അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2952. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സ്പ്രേ അടിച്ച് പുറത്തു പോകുന്ന സ്ത്രീയെക്കുറിച്ചാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മുന്നറിയിപ്പ്, താക്കീത്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ മൂസ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇദസ്തഅതറത്തിൽ മർഅതു, സ്ത്രീ സുഗന്ധം പൂശിയാൽ, അത്തറ് പൂശിയാൽ, അത് സാധാരണ അത്ര കുപ്പി കൊണ്ട് പുരട്ടുന്ന അത്ര ആണെങ്കിലും സ്പ്രേ അടിച്ച് സുഗന്ധം പൂശുന്നതാണെങ്കിലും എങ്ങനെയായാലും സുഗന്ധം പൂശുന്ന സ്ത്രീ സുഗന്ധം പൂശിയാൽ, എന്നിട്ട് ഫമറത്ത് അലൽ ഖൗം, അവൾ ഒരു വിഭാഗം ജനങ്ങളുടെ അടുത്തുകൂടെ നടന്നുപോയി. എന്തിനാണ് ആളുകളുടെ അടുത്തുകൂടെ പോകുന്നത്? ലിയജിദു റിഹഹ, അവർ ഇവളുടെ മണം എത്തിക്കാൻ വേണ്ടി, സുഗന്ധം മണക്കാൻ വേണ്ടിയിട്ട്. ഇവൾ അത്രയൊക്കെ പൂശിയതല്ലേ, അപ്പം അവർക്കൊന്ന് ആ മണം അവർക്ക് കിട്ടും, അവർ ആസ്വദിക്കട്ടെ എന്ന് കരുതിയിട്ടുള്ള ആളുകൾക്കിടയിലൂടെ സഞ്ചരിച്ചു. ഫഹിയ കഥാവക്കഥ, അവള് കഥാവക്കഥയാണ്, ഇന്നല്ല വേണം, അല്ലെങ്കിൽ മറ്റവളാണെന്നൊക്കെ പറയില്ല നമ്മൾ ആ ഒരു ശൈലിയിൽ. കാല കൗലൻ ഷദീദൻ, വളരെ ശക്തമായ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവള് മറ്റവളാണ്, അല്ലെങ്കിൽ കഥാവക്കഥ, അവൾ ഇന്നാലിൻ്റെ രൂപത്തിലുള്ള അവളാണ്. വളരെ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് നബി തങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവൾ വ്യഭിചാരത്തിലേക്കുള്ള പോക്കാണ് എന്ന മുന്നറിയിപ്പാണ്. എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിലുള്ളത് മറ്റുള്ള പുരുഷന്മാർ തന്നെ ആകർഷിക്കണം എന്നതാണ്, തന്നിലേക്ക് ആകർഷിക്കണം, അവരുടെ അടുത്ത് വരുമ്പോൾ അവർ ഇംപ്രസ്ഡ് ആവണം. ഇതിനു വേണ്ടിയാണ് സുഗന്ധം പൂശി അവൾ പുറത്തിറങ്ങുന്നത്. ഈ ലക്ഷ്യത്തോടെ പോകുമ്പോൾ അവൾ പോലും അറിയാതെ അവൾ വ്യഭിചാരത്തിൽ എത്തിപ്പെടാൻ സാഹചര്യം ഉണ്ടാകും എന്നർത്ഥം. ഒരുപക്ഷെ മുമ്പ് അവൾ അത്തരമൊരു തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല, വ്യഭിചാരത്തെക്കുറിച്ചോ മറ്റോ ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വ്യഭിചാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യഭിചാരത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള വ്യഭിചാരം മാത്രമല്ല, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കൈകൊണ്ടുള്ള വ്യഭിചാരം, കാലുകൊണ്ടുള്ള വ്യഭിചാരം, ഇതൊക്കെ ഹറാമുകളിലേക്കുള്ള നടത്തവും പിടുത്തവും നോട്ടവും ഇതൊക്കെയും വ്യഭിചാരത്തിൻ്റെ ഭാഗമാണ്. ഇത് സ്ത്രീകളെ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ പറയുന്നതല്ല, മറിച്ച് ഈ രൂപത്തിൽ അവർ പുറത്തിറങ്ങിയാൽ അവരിലേക്ക് തെറ്റുകൾ പെട്ടെന്ന് ചെന്നെത്തും. ഒരുപക്ഷെ സാമൂഹിക വിരുദ്ധരായ ആളുകൾ പോലും പെട്ടെന്ന് അവരെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരെ പിടികൂടാൻ അത് സാഹചര്യമൊരുക്കും. അതുകൊണ്ട് സ്ത്രീകൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടരുത്. അതിനുവേണ്ടിയുള്ള മുന്നറിയിപ്പാണ് നബിതങ്ങളുടെ. സ്ത്രീകൾ സൂക്ഷിക്കണം, പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ, അതുറപ്പാണല്ലോ. അതുകൊണ്ട് പലയിടത്തും പ്രതിരോധിക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ല. അതുകൊണ്ട് സുരക്ഷ വളരെ പ്രധാനമാണ്. സ്ത്രീ സുരക്ഷ മാത്രം മുന്നിൽ നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മുന്നറിയിപ്പാണ്. അല്ലാഹു തആല അത്തരത്തിൽ ഇതൊക്കെയും ശ്രദ്ധിച്ച് ജീവിക്കാൻ നമ്മുടെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും സഹോദരിമാർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.